ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ആണ്. അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അപ്പോൾ റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിൽ ഉള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പം എന്താണ് താഴെ തന്നിരിക്കുന്നത്? വാർ ഈസ് എ ടെറിബിൾ ഇവൻറ്റ് ദാറ്റ് എഫക്റ്റ് എവ്രി വൺ, ബട്ട് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. In a war, many children lost their homes, school, and even their families. Some have to leave their country and become refugees, living in camps without proper food, water, or safety. Instead of playing and learning, they live in fear and sadness. Loud noises, destruction, and absence of loved one make them anxious and afraid. Every child deserves a peaceful life filled with love, safety, and education. War destroys their dreams. That is why it is important for countries to work together for peace and protect children from horror of war. When we protect children, we protect the future of the world. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? യുദ്ധത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഓരോ വേർഡിൻ്റെയും മീനിങ് ആദ്യം നോക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്? വാർ ഈസ് എ ടെറിബിൾ ഇവൻറ്റ് ദാറ്റ് എഫക്റ്റ് എവരി വൺ, ബട്ട് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. യുദ്ധം എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഭീകര സംഭവമാണ്, പക്ഷേ അത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇൻ എ വാർ മെനി ചിൽഡ്രൻ ലോസ് ദെയർ ഹോംസ്, സ്കൂൾ ആൻഡ് ഈവൻ ദെയർ ഫാമിലി. യുദ്ധത്തിൽ പല കുട്ടികൾക്കും അവരുടെ വീടുകളും സ്കൂളുകളും ചിലപ്പോൾ കുടുംബങ്ങളെയും നഷ്ടപ്പെടുന്നു. സം ഹാവ് ടു ലീവ് ദെയർ കൺട്രി ആൻഡ് ബിക്കം റെഫ്യൂജീസ്, ലിവിങ് ഇൻ ക്യാമ്പസ് വിത്തൗട്ട് പ്രോപ്പർ ഫുഡ്, വാട്ടർ ഓർ സേഫ്റ്റി. ചില കുട്ടികൾക്ക് സ്വന്തം രാജ്യം വിട്ട് അഭയാർത്ഥികളാകേണ്ടി വരുന്നു. അവർ ഭക്ഷണവും വെള്ളവും സുരക്ഷയും ഇല്ലാത്ത ക്യാമ്പുകളിൽ ജീവിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് ലേണിംഗ്, ദേ ലിവ് ഇൻ ഫിയർ ആൻഡ് സാഡ്നസ്. കളിക്കുന്നതിനും പഠിക്കുന്നതിനും പകരം അവർ ഭയത്തിലും ദുഃഖത്തിലും കഴിയുന്നു. ലൗഡ് നോയ്സസ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ആബ്സെൻസ് ഓഫ് ലൗഡ് വൺ മേക്ക് ദം ആങ്ഷ്യസ് ആൻഡ് അഫ്രൈഡ്. ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും നാശനഷ്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ അഭാവവും അവരെ ഉത്കണ്ഠിതരും ഭീതിയിലുമാക്കുന്നു. എവറി ചൈൽഡ് ഡിസേർവ് എ പീസ്ഫുൾ ലൈഫ് ഫിൽഡ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. ഓരോ കുട്ടികൾക്കും സ്നേഹവും സംരക്ഷണവും വിദ്യാഭ്യാസവും നിറഞ്ഞ സമാധാനപരമായ ജീവിതത്തിന് അർഹതയുണ്ട്. വാർ ഡിസ്ട്രോയ് ദെയർ ഡ്രീംസ്. യുദ്ധം കുട്ടികളുടെ സ്വപ്നങ്ങളെ നശിപ്പിക്കുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കൺട്രീസ് ടു വർക്ക് ടുഗദർ ഫോർ പീസ് ആൻഡ് പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഹൊറേഴ്സ് ഓഫ് വാർ. അതുകൊണ്ടാണ് രാജ്യങ്ങൾ സമാധാനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും കുട്ടികളെ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. വെൻ വി പ്രൊട്ടക്ട് ചിൽഡ്രൻ വി പ്രൊട്ടക്ട് ദി ഫ്യൂച്ചർ ഓഫ് ദി വേൾഡ്. നാം കുട്ടികളെ സംരക്ഷിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭാവിയെ ആണ് സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് വാർ കുട്ടികളെ ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. War is hard on children because they lose their homes, schools, families and have to live in fear, sadness and unsafe condition. യുദ്ധം കുട്ടികൾക്ക് കഠിനമാണ്. എന്തുകൊണ്ടാണ് യുദ്ധം കഠിനമായത് എന്നാണ് ചോദിച്ചത്. കാരണം അവർക്ക് വീടുകളും സ്കൂളുകളും കുടുംബവും നഷ്ടപ്പെടുകയും ഭയത്തിലും ദുഃഖത്തിലും അസുരക്ഷിതമായ സാഹചര്യങ്ങളിലും ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു. വാർ ഈസ് ഹാർഡ് ഓൺ ചിൽഡ്രൻ ബിക്കോസ്, കാരണം ദേ ലോസ് ദെയർ ഹോംസ്, അവർക്ക് അവരുടെ വീട് നഷ്ടമാകുന്നു, സ്കൂൾ നഷ്ടമാകുന്നു, ഫാമിലീസ് കുടുംബത്തെ നഷ്ടമാവുന്നു, ആൻഡ് ഹാവ് ടു ലിവ് ഇൻ ഫിയർ, എന്നിട്ട് അവർ ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്നു, സാഡ്നസ് ദുഃഖത്തിൽ ജീവിക്കേണ്ടി വരുന്നു, ആൻഡ് അൺസേഫ് കണ്ടീഷൻ സുരക്ഷിതമല്ലാത്ത ഒരു കണ്ടീഷനിൽ ജീവിക്കേണ്ടി വരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു ചിൽഡ്രൻ മിസ് ഔട്ട് വെൻ ദേ ആർ കോട്ട് ഇൻ വാർ? അതായത് യുദ്ധം പിടിപെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നഷ്ടമായി പോകുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചിൽഡ്രൻ മിസ് ഔട്ട് ഓൺ പ്ലേയിങ്, ലേണിംഗ്, സേഫ്റ്റി, ലവ്, എഡ്യൂക്കേഷൻ ആൻഡ് പീസ്ഫുൾ ലൈഫ്. കുട്ടികൾക്ക് എന്തൊക്കെ നഷ്ടമാകുന്നുണ്ട്? യുദ്ധത്തിൽ കുടുങ്ങുന്ന കുട്ടികൾക്ക് കളികളും പഠനങ്ങളും അവരുടെ സുരക്ഷയും സ്നേഹവും വിദ്യാഭ്യാസവും സമാധാനപരമായ ജീവിതവും നഷ്ടപ്പെടുന്നു. അടുത്തത് പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഡ്യൂറിങ് വാർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്യൂച്ചർ ഓഫ് ദി വേൾഡ്. വൈ? അതായത് കുട്ടികളെ
യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭാവിയിലേക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ചിൽഡ്രൻ ആർ ഫ്യൂച്ചർ ഓഫ് ദി വേൾഡ്. കാരണം കുട്ടികളാണ് ഈ ലോകത്തിൻ്റെ ഭാവി. പ്രൊട്ടക്റ്റിംഗ് ദം മീൻസ് പ്രൊട്ടക്റ്റിംഗ് ദി ഫ്യൂച്ചർ. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? ഭാവിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് എവരി ചിൽഡ്രൻ ഡിസേർവ് അക്കോർഡിംഗ് ടു ദി പാസേജ്? അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞത് പ്രകാരം എല്ലാ കുട്ടികളും എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിനാണ് എ ചാൻസ് ടു ജോയിൻ ദി ആർമി ടു ഫൈറ്റ് ഇൻ വാർ. അതായത് യുദ്ധത്തിന് പൊരുതാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും ആർമിയിൽ ചേരണം എന്നാണ് പറയുന്നത്. ബി ഓപ്ഷൻ, എ കൺട്രി ഓഫ് ദെയർ ഓൺ ടു ലീവ് ഹാപ്പി ആൻഡ് ഫ്രീ. അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം, സമാധാനത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ബി ഓപ്ഷൻ. സി, എ പീസ്ഫുൾ ലൈഫ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു സേഫ്റ്റിയും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ഒരു പീസ്ഫുൾ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം വേണം. എ ലൈഫ് വിത്തൗട്ട് എനി റൂൾസ് ഒന്നുമില്ലാത്ത ഒരു ജീവിതം വേണം. ഇതിലേതാണ് എല്ലാ കുട്ടികളും ഡിസേർവ് ചെയ്യുന്നത്? മേലെ പറഞ്ഞത് പ്രകാരം എല്ലാ കുട്ടികളും ഇതിൽ ഏതാണ് ഡിസേർവ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? എ പീസ്ഫുൾ ലൈഫ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. സി ആണ് കറക്റ്റ് ആൻസർ. ഓരോ കുട്ടിയും സ്നേഹവും സുരക്ഷയും വിദ്യാഭ്യാസവും നിറഞ്ഞ സമാധാനപരമായ ജീവിതമാണ് അർഹിക്കുന്നത്. ക്വസ്റ്റ്യൻ ആണ്, വൈ ഷുഡ് കൺട്രീസ് വർക്ക് ടുഗദർ ഡ്യൂറിങ് ടൈം ഓഫ് വാർ അക്കോർഡിംഗ് ടു ദി പാസേജ്? അപ്പോൾ മേലെ തന്നിട്ടുള്ള ആ ഒരു പാസേജിൽ വൈ ഷുഡ് കൺട്രീസ് വർക്ക് ടുഗദർ ഡ്യൂറിങ് ദി ടൈം ഓഫ് വാർ? അതായത് യുദ്ധത്തിൻ്റെ സമയത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു ബിൽഡ് മോർ റെഫ്യൂജി ക്യാമ്പ് ഇൻ ഈച്ച് കൺട്രി. ഓരോ രാജ്യത്തും കുറേ റെഫ്യൂജി ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ബി ഓപ്ഷൻ, ടു ഷെയർ ഫുഡ് ആൻഡ് വാട്ടർ എമംഗ് ആൾ. അതായത് ഭക്ഷണവും വെള്ളവും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? സി ഓപ്ഷൻ, ടു പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ആൻഡ് എൻഷ്യൂർ പീസ് ഫോർ ദി ഫ്യൂച്ചർ. കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഭാവിയിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുമാണെന്നാണ് സി ഓപ്ഷൻ. ഡി, ടു ഇൻക്രീസ് ദെയർ മിലിറ്ററി പവർ. അവരുടെ മിലിറ്ററി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഡി ഓപ്ഷൻ. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ടു പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ആൻഡ് എൻഷ്യൂർ പീസ് ഫോർ ദി ഫ്യൂച്ചർ. അതായത് യുദ്ധകാലങ്ങളിൽ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് കുട്ടികളെ സംരക്ഷിക്കുകയും ഭാവിയിലെ സമാധാനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഹരുട്ടോ, എ ജപ്പാനീസ് ബോയ് ഈസ് സ്റ്റഡിയിങ് ഇൻ കുഞ്ഞിച്ചിരുത്താസ് ക്ലാസ്. ടീച്ചർ ആസ്ക്ഡ് ഹിം ടു സേ സംതിങ് അബൌട്ട് ഹിസ് ഹോം കൺട്രി. ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പം ഹരുത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാനീസ് ബോയ് കുഞ്ഞിച്ചിരുത്താസിൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീച്ചർ അവനോട് എന്ത് പറഞ്ഞു? അവൻ്റെ ഹോം കൺട്രീനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞു. ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്, അവനെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. യു മേ സ്റ്റാർട്ട് വിത്ത് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങാം? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഇത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൺട്രി ഏതാണ്? ജപ്പാൻ. ക്യാപിറ്റൽ ഏതാണ്? നിങ്ങൾ പഠിച്ചതാണ് സോഷ്യൽ സയൻസിൽ, ടോക്കിയോ. കറൻസി ഏതാണ്? ജപ്പാനീസ് യെൻ. ലാംഗ്വേജ് ജപ്പാനീസ്. ഫ്ലാഗ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദി സെൻറ്റർ. ഫേമസ് കമ്പനീസ് ആണ് ടൊയോട്ട, സോണി, തോഷിബ, പാനാസോണിക്, മിറ്റ്സുബിഷി ആൻഡ് ഹിറ്റാച്ചി. ഇതൊക്കെ ജപ്പാനീസ് കമ്പനികളാണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് സുഷി, രാമൻ, ടെമ്പുറ, മിസോ സൂപ്പ് ആൻഡ് ഒണിഗിരിയാണ്. ഫേമസ് പ്ലേസ് മൗണ്ട് ഫുജി, ടോക്കിയോ, ക്യോട്ടോ, ഒസാഗ ആൻഡ് ഹിരോഷിമ. അപ്പോൾ ഇത് വെച്ചിട്ട് അവന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത്. അവനെ ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതാം? മൈ നെയിം ഈസ് ഹരുട്ടോ. ഐ ആം എ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. I come from Japan. Japan is a beautiful country. The capital of Japan is Tokyo. The currency used in my country is the Japanese yen. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? മൈ നെയിം ഈസ് ഹരുട്ടോ. എൻ്റെ പേര് ഹരുട്ടോ ആണ്. ഐ ആം എ സ്റ്റുഡൻറ്റ് സ്റ്റഡിയിങ് ഇൻ കുഞ്ഞിത്തിരുത്താസ് ക്ലാസ്. ഞാൻ കുഞ്ഞിരുത്തയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഐ കം ഫ്രം ജപ്പാൻ. ഞാൻ ജപ്പാനിൽ നിന്നാണ് വരുന്നത്.
ജപ്പാൻ ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ജപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനോഹരമായ രാജ്യമാണ്. ദി ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ ഈസ് ടോക്കിയോ. ജപ്പാൻ്റെ ക്യാപിറ്റൽ ടോക്കിയോ ആണ്. ദി കറൻസി യൂസ്ഡ് ഇൻ മൈ കൺട്രി ഈസ് ദി ജപ്പാനീസ് യെൻ. എൻ്റെ രാജ്യത്ത് ഉപയോഗിക്കുന്ന കറൻസി ഏതാണ്? നാണയം ഏതാണ്? ജപ്പാനീസ് യെൻ ആണ്. ജപ്പാനീസ് ഈസ് അവർ നാഷണൽ ലാംഗ്വേജ്. ജപ്പാനീസ് ആണ് ഞങ്ങളുടെ നാഷണൽ ലാംഗ്വേജ്. ജപ്പാനീസ് ആണ് ഞങ്ങളുടെ നാഷണൽ ലാംഗ്വേജ്. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദി സെൻറ്റർ. ഞങ്ങളുടെ ദേശീയ പതാക നടുവിൽ ചുവന്ന വൃത്തമുള്ള വെള്ള നിറത്തിലുള്ളതാണ്. ജപ്പാൻ ഈസ് ഫേമസ് ഫോർ കമ്പനീസ് ലൈക്ക് ടൊയോട്ട, സോണി, തോഷിബ, പാനാസോണിക്, മിത്സുബിഷി ആൻഡ് ഹിറ്റാച്ചി. ടൊയോട്ട, സോണി, തോഷിബ, പാനാസോണിക്, മിത്സുബിഷി, ഹിറ്റാച്ചി എന്നീ പ്രശസ്ത കമ്പനികൾ ജപ്പാനിൽ നിന്നുള്ളവയാണ്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഇൻ ജപ്പാൻ ആർ സുഷി. ജപ്പാനിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സുഷിയാണ്. രാമൻ, ടെമ്പൂറ, മിസോ സൂപ്പ് ആൻഡ് ഒനിഗിരി ഇതൊക്കെ എന്താണ്? ജപ്പാനിലുള്ള പോപ്പുലർ ഫുഡ് ഐറ്റംസ് ആണ്. സം ഫേമസ് പ്ലേസസ് ഇൻ ജപ്പാൻ ആർ മൗണ്ട് ഫുജി. കുറച്ച് ഫേമസ് പ്ലേസസ് ഉണ്ട് ജപ്പാനിൽ. അത് ഏതൊക്കെയാണ്? മൗണ്ട് ഫുജി, ടോക്കിയോ, ക്യോട്ടോ, ഒസാക ആൻഡ് ഹിരോഷിമ ഒക്കെയാണ്. ഐ ആം പ്രൗഡ് ടു ബി എ സിറ്റിസൺ ഓഫ് ജപ്പാൻ. ഞാൻ ജപ്പാനിൻ്റെ പൗരനായതിൽ അഭിമാനിക്കുന്നു. അടുത്തത് ആക്ടിവിറ്റി 3 ക്യാരക്ടർ സ്കെച്ച്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റി ഗിവൺ ബിലോ. ഡോണ്ട് യു റിമെമ്പർ ചിബി ഇൻ എ സ്റ്റോറി ക്രോബോയ്? We have seen how Chibi become a hero at the end. Prepare the character sketch of Chibi. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം ചിബി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ നിങ്ങൾക്കറിയാം. ക്രോബോയ് എന്നുള്ള ആ ഒരു പാഠഭാഗത്താണ്, ആ ഒരു കഥയിലാണ് നിങ്ങൾ ചിബിയെ കുറിച്ചിട്ട് പഠിച്ചത്. വി ഹാവ് സീൻ ഹൗ ചിബി ബിക്കം എ ഹീറോ അറ്റ് ദി എൻഡ്. അപ്പം നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ആ ഒരു എൻഡിൽ ചിബി ഹീറോ ആയതെന്ന്. അപ്പോൾ പ്രിപ്പയർ ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി. അപ്പം ചിബീൻ്റെ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ദി ഫോളോയിങ് ഹിൻ മേ ഹെൽപ്പ് യു. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഹിൻറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലുള്ള എ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ പെർഫെക്റ്റ് അറ്റൻഡൻസ്, ഇമിറ്റേറ്റ് ക്രോസ്, ടൈനി ബോയ് ആണ്, ഷൈ ആണ്. പെർഫെക്റ്റ് അറ്റൻഡൻസ് അതായത് ശ്രദ്ധ വളരെ കൂടുതലാണ്, ചെറിയ കുട്ടിയാണ്, കുറച്ച് ഷൈ ആയിട്ടുള്ള കുട്ടിയാണ്. ഇമിറ്റേറ്റ് ക്രോസ് അതായത് കാക്കകളെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് മടിയുള്ള കുട്ടിയാണ്, ഷൈ ആയിട്ടുള്ള കുട്ടിയാണ്. ഇമിറ്റേറ്റ് ക്രോസ് കാക്കകളെ ഇമിറ്റേറ്റ് ചെയ്യും, അനുകരിക്കും. പിന്നെ സ്ലോപോക്ക് ടു ക്രോബോയ്. സ്ലോപോക്ക് ടു ക്രോബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ പതുക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ചിബിയെ കുട്ടികൾ മന്ദബുദ്ധി എന്ന് പറഞ്ഞിട്ട് കളിയാക്കലുണ്ടായിരുന്നു. അതാണ് സ്ലോപോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന കുട്ടിയാണ് ആര്? ചിബി. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ചിബി ഈസ് എ ടൈനി ആൻഡ് ഷൈ ബോയ്. ചിബി എന്ന് പറഞ്ഞാൽ ചെറുതും ലജ്ജാശീലമുള്ളതുമായ ബാലനാണ്. ഹി ആൾവേസ് അറ്റൻഡ്സ് സ്കൂൾ റെഗുലർലി ആൻഡ് ഹാസ് പെർഫെക്റ്റ് അറ്റൻഡൻസ്. അവൻ സ്കൂളിൽ ഒരിക്കലും അവധിയെടുക്കാതെ കൃത്യമായി ഹാജരാകുന്നവനാണ്. ചിബി ഡസ് നോട്ട് ടോക്ക് മച്ച് ആൻഡ് ഈസ് വെരി ക്വയറ്റ്. അവൻ അധികം സംസാരിക്കില്ല, വളരെ ശാന്തനാണ്. ഹി ലവ്സ് നേച്ചർ ആൻഡ് ലൈക്ക് ടു ഇമിറ്റേറ്റ് ദി സൗണ്ട് ഓഫ് ക്രോസ്. അവന് പ്രകൃതിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്രോസിൻ്റെ അതായത് കാക്കകളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ഹാബിറ്റ്, ഈ ഒരു സ്വഭാവം കാരണം, അതർ ചിൽഡ്രൻ കോൾ ഹിം ക്രോബോയ്. മറ്റു കുട്ടികൾ അവനെ എന്ത് വിളിക്കാൻ തുടങ്ങി? ക്രോബോയ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആൻഡ് മേക്ക് ഫൺ ഓഫ് ഹിം, അവനെ കളിയാക്കാൻ തുടങ്ങി. ഈവൻ ദോ ഹീ ഈസ് സ്ലോ ടു ലേൺ, ഹീ ഈസ് സിൻസിയർ ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവന് പഠിക്കാൻ കുറച്ച് ബാക്കോട്ടാണെങ്കിലും അവന് എന്താണ്? ആത്മാർത്ഥമുള്ളവനും പരിശ്രമിക്കുന്നവനുമായിരുന്നു. ഇൻ ദി എൻഡ്, ഇതിൻ്റെ അവസാനം, ചിബി പ്രൂവ് ദാറ്റ് ഹീ ഈസ് സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ ആൻഡ് ബിക്കം എ ഹീറോ. അപ്പം അവസാനം അവൻ എന്ത് ചെയ്തു? അവൻ്റേതായ കഴിവുകൾ വെച്ചിട്ട് അവൻ ഒരു നായകനാണെന്ന് തെളിയിച്ചു എന്നാണ് പറയുന്നത്. അത് ബി ക്വസ്റ്റ്യൻ ആണ്. ഹോപ്പ് യു റിമെമ്പർ വില്യം ഇൻ ദി സ്റ്റോറി. അപ്പോൾ ആ ഒരു കഥയിലെ ഒരു കുട്ടിയുണ്ട്, കുട്ടിയുടെ പേരാണെന്ത്? വില്യം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊരു കഥയുണ്ട്, വില്യത്തിൻ്റെ കഥയാണ്. ദി ബോയ് ഹൂ ഹാർസ് ആൻഡ് ദി വിൻഡ്, അതായത് കാറ്റിനെ
കീഴ്പ്പെടുത്തിയ ബോയ് എന്നാണ് ആ ഒരു പാഠത്തിൻ്റെ പേര്. വില്യം സക്സീഡ് ഇൻ ലൈറ്റിംഗ് എ ബൾബ് വിത്ത് ദി വിൻമിൽ. അപ്പോൾ വിൻമിൽ ഉപയോഗിച്ചിട്ട് ലൈറ്റ് കത്തിക്കുന്നതിൽ വില്യം വിജയിച്ചു എന്നാണ് പറയുന്നത്. ഈ വില്യത്തെക്കുറിച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് വില്യം എങ്ങനെയാണ്, ക്യൂരിയസ് ആണ്, അതുപോലെ തന്നെ ഇൻവെൻറ്റീവ് ആണ്, ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആണ്, ഡ്രീമർ ആണ്, പ്രോബ്ലം സോൾവർ ആണ്, ക്രിയേറ്റീവ് ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്, ലൈറ്റ് അപ്പ് ഹിസ് വില്ലേജ്, അവൻ്റെ ഗ്രാമത്തെ അവൻ വെളിച്ചത്തിൽ ആക്കി എന്നാണ് പറയുന്നത്. അപ്പം വില്യത്തെക്കുറിച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? വില്യം ഈസ് എ ഡ്രീമർ ആൻഡ് എ പ്രോബ്ലം സോൾവർ. വില്യം എന്താണ്? വലിയ സ്വപ്നങ്ങൾ കാണുന്നവനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവനുമാണ്. ഹി ഈസ് ക്യൂരിയസ് ആൻഡ് ആൾവേസ് ഈഗർ ടു ലേൺ ന്യൂ തിങ്സ്. അവനെന്താണ്? ക്യൂരിയസ് ആണ്, അവന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. വില്യം ഈസ് ക്രിയേറ്റീവ് ആൻഡ് ഇനീഷ്യേറ്റീവ്. വില്യം സൃഷ്ടിപരനും പുതുമകൾ കണ്ടുപിടിക്കുന്നവനുമാണ്. ഈവൻ ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹി റിമെയിൻ ഒപ്റ്റിമിസ്റ്റിക്. കഠിനമായ സാഹചര്യങ്ങൾ അവൻ പ്രതീക്ഷ കൈവിടാറില്ല. ഹി ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവൻ ദൃഢനിശ്ചയമുള്ളവനും കഠിനാധ്വാനിയുമാണ്. യൂസിങ് സ്ക്രാപ്പ് മെറ്റീരിയൽ ഹി ബിൽഡ് എ വിൻമിൽ. ഉപേക്ഷിച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അവൻ ഒരു കാറ്റാടി മില്ല് നിർമ്മിച്ചിരുന്നു. വിത്ത് ദി ഹെൽപ്പ് ഓഫ് വിൻമിൽ ഹി ലൈറ്റ്സ് എ ബൾബ്. കാറ്റാടി മില്ലിൻ്റെ സഹായത്തോടെ അവൻ ഒരു ബൾബ് തെളിയിച്ചു. വില്യംസ് ഇൻവെൻഷൻ ലിറ്റ് അപ്പ് ഹിസ് വില്ലേജ്. വില്യത്തിൻ്റെ കണ്ടുപിടുത്തം അവൻ്റെ ഗ്രാമത്തിന് വെളിച്ചം നൽകി. വില്യം പ്രൂവ് ദാറ്റ് നോളജ് ആൻഡ് ഹാർഡ് വർക്ക് ക്യാൻ ചേഞ്ച് ദി ലൈഫ്സ്. അറിവും പരിശ്രമവും ജീവിതം മാറ്റിമറിക്കുമെന്ന് വില്യം തെളിയിച്ചു. അടുത്തത് ആക്ടിവിറ്റി 4 ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് 15th ഓഗസ്റ്റ്. ഓഗസ്റ്റ് 15 ദി ഹെഡ് മാസ്റ്റർ ഹോയിസ്റ്റഡ് എ നാഷണൽ ഫ്ലാഗ്. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു? പതാക ഉയർത്തി. ദി ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ദി സ്വീറ്റ് ടു ദി ചിൽഡ്രൻ. ടീച്ചർ എന്ത് ചെയ്തു? കുട്ടികൾക്ക് മിഠായി കൊടുത്തു. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ആർ പ്രോഗ്രസിംഗ് ഇൻ സ്കൂളുകളിൽ ഇൻഡിപെൻഡൻറ്റ് ഡേ പ്രോഗ്രാം നടക്കാൻ തുടങ്ങി. ചിൽഡ്രൻ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്രോഗ്രാം. കുട്ടികൾ ആക്റ്റീവായിട്ട് പല പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. നിങ്ങളോട് പറയാണ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം? അപ്പം ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ലൈവ് റിപ്പോർട്ടാണ്. നമുക്കെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഗുഡ് മോർണിംഗ് എവറി വൺ. This is a live report from our school on the occasion of Independence Day. സുപ്രഭാതം എല്ലാവർക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ഒരു ലൈവ് റിപ്പോർട്ടാണ് ഇത്. ടുഡേ ഈസ് ദി 15th ഓഗസ്റ്റ് ആൻഡ് ദി സ്കൂൾ ഈസ് ഫിൽഡ് വിത്ത് എ പാട്രിയോട്ടിക് അറ്റ്മോസ്ഫിയർ. ഇന്ന് ഓഗസ്റ്റ് 15 ദേശസ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് സ്കൂളിൽ നിറഞ്ഞിരിക്കുന്നത്. ദി ഹെഡ് മാസ്റ്റർ ഹോയിസ്റ്റഡ് ദി നാഷണൽ ഫ്ലാഗ് ഇൻ ദി സ്കൂൾ ഗ്രൗണ്ട്. ഹെഡ് മാസ്റ്റർ സ്കൂൾ മൈതാനത്ത് ദേശീയ പതാക ഉയർത്തി. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് സല്യൂട്ടഡ് ദി ഫ്ലാഗ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റ്. അധ്യാപകരും വിദ്യാർത്ഥികളും വലിയ ബഹുമാനത്തോടെ പതാകക്ക് സല്യൂട്ട് ചെയ്തു. ആഫ്റ്റർ ദി ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറിമണി സ്വീറ്റ്സ് വെർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ചിൽഡ്രൻ. പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്തു. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം ആർ പ്രോഗ്രസിംഗ് ഇൻ ദി സ്കൂൾ. സ്വാതന്ത്ര്യദിന പരിപാടികൾ സ്കൂളുകളിൽ പുരോഗമിക്കുകയാണ്. ചിൽഡ്രൻ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സോങ്സ്, ഡാൻസസ് ആൻഡ് സ്പീച്ചസ്. പാട്ട്, നൃത്തം, പ്രസംഗം തുടങ്ങിയ പരിപാടികളിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. ദി വോൾ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ദി ഡേ വിത്ത് ജോയ് ആൻഡ് പ്രൈഡ്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ആ ഒരു ദിവസം മൊത്തം ആനന്ദത്തോടും അഭിമാനത്തോടും കൂടി ആഘോഷിച്ചു. ദി സെലിബ്രേഷൻ റിമൈൻഡ് അസ് ദി സാക്രിഫൈസസ് മെയ്ഡ് ബൈ അവർ ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പം ഈ ഒരു സെലിബ്രേഷൻ എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങളെയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്. നന്ദി. ജയ് ഹിന്ദ്. ആക്ടിവിറ്റി 5 എഡിറ്റിംഗ് ആണ്. നീരവ് പ്രിപ്പയർഡ് എ റിപ്പോർട്ട് ഓൺ ഹിസ് സ്കൂൾ പ്രവേശനോത്സവം. ദർ ഈസ് സം എറേഴ്സ് ഇൻ ഇറ്റ്. എഡിറ്റ് ദി റിപ്പോർട്ട്. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അതിൽ കുറച്ച് തെറ്റുകളുണ്ട്. അത് നീരവ് ഉണ്ടാക്കിയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് അവൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ദിവസം. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ എഡിറ്റ് ചെയ്യാം? അപ്പോൾ ആ റിപ്പോർട്ട് എങ്ങനെ നോക്കാം? ഓൾ ദി ചിൽഡ്രൻ കെയിം ബാക്ക് ടു സ്കൂൾ cheerfully. The little ones came in uniforms bright. The little ones came in uniforms bright with new notebooks and bags. The teachers stand
in a row with smiling faces to welcome the children. Walls are decorated on balloons and colorful ribbons. Children were fascinated, listening to the melodious songs flowering through the air. അപ്പം ഇവിടെ ഫസ്റ്റ് എഡിറ്റിംഗ് എവിടെയാണ് വരുന്നത്? യൂണിഫോം ബ്രൈറ്റ് എന്നുള്ളിടത്താണ്. സെക്കൻഡ് സ്റ്റാൻഡ് എന്നുള്ളിടത്താണ്. തേർഡ് ഓൺ എന്നുള്ളിടത്താണ്. ഡി ചിൽഡ്രൻ എന്നുള്ളിടത്താണ്. പിന്നെ ഫാസിനേറ്റഡ് എന്നുള്ളിടത്താണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, എന്തുകൊണ്ടാണ് അവിടെ മാറ്റം വരുന്നത് നോക്കാം. അപ്പോൾ യൂണിഫോംസ് ബ്രൈറ്റ് എന്നുള്ളത് നമുക്ക് എന്താക്കാം? ബ്രൈറ്റ് യൂണിഫോം എന്നാക്കാം. കാരണം എന്താണ്? അഡ്ജക്റ്റീവ് ബ്രൈറ്റ് ആണ്, നൗൺ ഇവിടെ എന്താണ്? യൂണിഫോമാണ്. അപ്പം അഡ്ജക്റ്റീവ് ബ്രൈറ്റും യൂണിഫോം നൗണുമാണ്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താവണം? നൗണിന് മുൻപിൽ വരണം. അപ്പം അഡ്ജക്റ്റീവ് പ്ലസ് നൗണാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബ്രൈറ്റ് യൂണിഫോംസ് എഴുതാം. യൂണിഫോംസ് ബ്രൈറ്റ് എന്നുള്ളത് തെറ്റാണ്, അതിന് പകരം ബ്രൈറ്റ് യൂണിഫോംസ് എഴുതാം. അടുത്തത് സ്റ്റാൻഡ് സ്റ്റുഡാണ് വരുന്നത്. സ്റ്റാൻഡ് എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താണ്? നമ്മൾ ഇവിടെ പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എന്താണ്? സ്റ്റുഡ്. സ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ എന്താക്കണം? സ്റ്റുഡ് എന്നാക്കണം. കാരണം പാസ്റ്റ് ടെൻസ് ആക്കണം. മറ്റേതെന്താണ്? പ്രസൻ്റ് ആണ്, അതിനെ നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റണം. അടുത്തത് ഒന്ന് എന്നാണ്. ഒന്ന് എന്താക്കണം? വിത്ത് ആക്കണം. ഡെക്കറേറ്റഡ് ഓൺ ബലൂൺസ് തെറ്റാണ്. ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് ആണ്. അതായത് ഡെക്കറേറ്റ് എന്ന വെർബിനൊപ്പം ശരിയായ പ്രിപ്പോസിഷൻ ഏതാണ്? വിത്താണ്. അതുകൊണ്ട് ഡെക്കറേറ്റ് ഓൺ എന്നുള്ളത് ഡെക്കറേറ്റഡ് വിത്ത് എന്നാക്കുക. അടുത്തത് ചിൽഡ്രൻ എന്നുള്ളത് എന്താക്കണം? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണം. കാരണം ആ ഒരു സെൻറ്റൻസ് തുടങ്ങുന്ന വാക്ക് എപ്പോഴും സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഫാസിനേറ്റഡ് എന്നുള്ളത് ഫാസിനേറ്റഡ് അവിടെ എന്താണ് മാറ്റമുള്ളത്? അവിടെ ഒരു കോമ കൊടുക്കണം. ഫാസിനേറ്റഡ് ലിസണിങ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അവിടെ ഫാസിനേറ്റഡ് എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുത്തിട്ട് വേണം ലിസണിങ് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫാസിനേറ്റഡിനും ലിസണിനും ഇടയിൽ എന്ത് വേണം? കോമ വേണം. കാരണം എന്താണ്? അതൊരു പാർട്ടിസിപ്പൽ ഫ്രേസ് ആയതുകൊണ്ട്. അടുത്തത് കോൺവെർസേഷനാണ്. രണ്ട് ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. റൈറ്റ് മിനിമം 5 എക്സ്ചേഞ്ചസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എഴുതാനാണ് പറയുന്നത്. ആഫ്റ്റർ ദി ടാലൻറ്റ് ഷോ മിസ്റ്റർ ഐസോബി മീറ്റ് ചിബി ബിഹൈൻഡ് ദി സ്റ്റേജ്. ദേ ടോക്ക് അബൌട്ട് ഹിസ് പെർഫോമൻസ് ആൻഡ് സ്കൂൾ ലൈഫ്. മിസ്റ്റർ ഇസോബി എൻകറേജസ് ചിബി ടു കീപ് യൂസിങ് ഹിസ് സ്പെഷ്യൽ ടാലൻറ്റ്സ് ആൻഡ് ആസ്ക് ഹൗ ഹീ ഫീൽ ആഫ്റ്റർ ദി ഷോ. നമ്മളോട് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് വാസ് ആൻ അമേസിങ് പെർഫോമൻസ് ചിബി. ഹൗ ഡിഡ് യു ലേൺ ടു ഡു ഓൾ ദാറ്റ്. അത് അത്ഭുതകരമായ പ്രകടനമായിരുന്നു ചിബി, നീ അതെല്ലാം എങ്ങനെ പഠിച്ചു എന്നാണ് ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? മിസ്റ്റർ ഇഷോബാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിബി പറയാണ്, താങ്ക് യു സർ, ഐ ലേൺ ഇറ്റ് ബൈ ഒബ്സർവിങ് നാച്ചർ ആൻഡ് പ്രാക്ടീസിങ് എവറി ഡേ. സാർ നന്ദി, ഞാൻ പ്രകൃതിയെ എന്നും നിരീക്ഷിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് പഠിച്ചത് എന്നാണ് പറയുന്നത്. മിസ്റ്റർ ഇഷോബ് പറയാണ്, യു ഹാവ് എ വെരി സ്പെഷ്യൽ ടാലൻറ്റ്, യു ഷുഡ് കണ്ടിന്യൂ യൂസിങ് ഇറ്റ്. നിനക്ക് വളരെ പ്രത്യേകമായ കഴിവുണ്ട്, അത് തുടർന്നും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിബി പറയാണ്, യുവർ എൻകറേജ്മെൻറ്റ് ഗിവ് മീ കോൺഫിഡൻസ്. താങ്കളുടെ പ്രോത്സാഹനം എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു സാർ എന്നാണ് പറഞ്ഞത്. ഇനി മിസ്റ്റർ ഇഷോബ് പറയാണ്, ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ദി ഷോ. പ്രകടനത്തിന് ശേഷം നിനക്ക് എങ്ങനെ തോന്നുന്നു? ചിബി പറയാണ്, ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മൈസെൽഫ് സാർ. എനിക്ക് വളരെ സന്തോഷവും സ്വയം അഭിമാനവും തോന്നുന്നു. മിസ്റ്റർ ഇഷോബ് അപ്പോൾ പറയാണ്, കീപ് വർക്കിംഗ് ഹാർഡ് ചിബി, വി ആർ ആൾ പ്രൗഡ് ഓഫ് യു. ചിബി, തുടർച്ചയായി പരിശ്രമിക്കൂ, ഞങ്ങൾ എല്ലാവരും നിന്നിൽ അഭിമാനിക്കുന്നു. ചിബി പറയാണ്, താങ്ക് യു വെരി മച്ച് സാർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. വളരെ നന്ദി സാർ, ഞാൻ എൻ്റെ മികച്ചത് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 6-ലെ ബി പോർഷനാണ് പറയുന്നത്. ഹോപ്പ് യു റിമെമ്പർ മിറ്റിയോർ ഇൻ ദി സ്റ്റോറി മൗസി ട്രോൺ ഔട്ട്. ദി മിറ്റിയോർ ബിക്കം ദി ലിറ്റിൽ മൗസി ട്രോൺ ഔട്ട് ബൈ ട്രേസിംഗ് ഔട്ട് the lost key to save the mission. He was congratulated by all. After the mission, he reached home. He spoke to mom about his experience in the space. ഇതെന്താ പറഞ്ഞത്? ഇത് പറയാണ്, മിസ്ട്രിയോണൗട്ട് എന്ന കഥയിലെ മിയേറ്ററിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നഷ്ടപ്പെട്ട താക്കോൽ കണ്ടെത്തിയതിനാൽ മീറ്റിയർ ചെറിയ മൗസ്ട്രോനോട്ട് ആയി. എല്ലാവരും അവനെ അഭിനന്ദിച്ചു. ദൗത്യം കഴിഞ്ഞ ശേഷം അവൻ വീട്ടിലെത്തി. അവൻ ബഹിരാകാശത്തിലുണ്ടായ അനുഭവങ്ങൾ അമ്മയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്.
നമ്മളോട് എന്താണ് പറയുന്നത്? അമ്മയും അവനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ അമ്മ പറയാണ്, ഹൗ വാസ് ജേർണി മൈ ഡിയർ, നിൻ്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു മകനെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മിറ്റിയോർ പറയാണ്, മിറ്റിയോർ എന്താ പറയുന്നത്? ഐ വാസ് എക്സൈറ്റിംഗ് ആൻഡ് അൺഫോർഗറ്റബിൾ മദർ. ഇറ്റ് വാസ് എക്സൈറ്റിംഗ് ആൻഡ് അൺഫോർഗറ്റബിൾ മദർ. അത് ആവേശകരവും മറക്കാനാവാത്തതുമായ അനുഭവമായിരുന്നു അമ്മേ. അപ്പം മദർ ചോദിക്കുകയാണ്, വർ യു സ്കെയർഡ് ഡ്യൂറിങ് ദി മിഷൻ, ദൗത്യത്തിനിടയിൽ നിനക്ക് ഭയം തോന്നിയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മിറ്റിയോർ പറയാണ്, ഐ വാസ് എ ലിറ്റിൽ സ്കെയർഡ് ബട്ട് ഐ സ്റ്റേഡ് ബ്രേവ് ആൻഡ് ഫോക്കസ്ഡ്. അല്പം ഭയം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ധൈര്യത്തോടെയും ശ്രദ്ധയോടെയും അത് നേടിയെടുത്തു എന്നാണ് പറയുന്നത്. മദർ, ഹൗ ഡിഡ് യു സേവ് ദി മിഷൻ, നീ എങ്ങനെയാണ് ആ ഒരു ദൗത്യത്തെ രക്ഷിച്ചത്? അപ്പോൾ മിറ്റിയോർ പറയാണ്, ഐ ട്രേസ്ഡ് ദി ലോസ് കീ ആൻഡ് ഫിക്സഡ് ദി പ്രോബ്ലം. ഞാൻ നഷ്ടപ്പെട്ട താക്കോല് കണ്ടെത്തി ആ പ്രശ്നം പരിഹരിച്ചു എന്ന്. അപ്പോൾ മദർ പറയാണ്, വി ആർ വെരി പ്രൗഡ് ഓഫ് യു മൈ സൺ. ഞങ്ങൾ നിന്നെ ആലോചിച്ചിട്ട് വളരെ അഭിമാനത്തിലാണ് മകനെ. അപ്പം മിറ്റിയോർ പറയാണ്, താങ്ക് യു മദർ, ഐ ആം ഹാപ്പി ടു ബി ഹോം. നന്ദി അമ്മേ, വീട്ടിലെത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്.